പ്രിയ വിദ്യാർത്ഥികളെ, പ്ലസ് 1 മാത്സിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദി എ പി -6, -11/2, -5 എക്സെട്ര ആർ ആഡഡ് ടു ഗിവ് ദി സം -25. ഒരു എ പി തന്നിരിക്കുന്നു. ആ എ പിയിലെ ആദ്യത്തെ എത്ര ടേമുകൾ ആഡ് ചെയ്താലാണ് -25 കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ചോദ്യമായിരുന്നു. അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന എ പി എടുത്ത് എഴുതാം. -6, 11/2 എന്ന് പറഞ്ഞാൽ 5.5 ആണ്. അതുകൊണ്ട് -5.5 എന്ന് എഴുതി, -5 എക്സെട്ര. ഇതാണ് തന്നിരിക്കുന്ന എ പി. ഇനി ഇതിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാം. ഫസ്റ്റ് ടേം -6 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ -5.5 -6. ഒരു ടേമിൽ നിന്ന് തൊട്ടു പുറകിലുള്ള ടേം കുറയ്ക്കുമ്പോഴാണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. -5.5 രണ്ട് മൈനസ് ചേരുമ്പോൾ +6, അങ്ങനെ 0.5 എന്ന് കോമൺ ഡിഫറൻസ് കിട്ടുന്നു. ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. ഇവിടെ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര ടേമുകൾ ആഡ് ചെയ്താലാണ് -25 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് SN = -25 ആകുമ്പോഴുള്ള n കണ്ടാൽ മതി. അതാണ് ഇവിടെ കാണേണ്ടത്. SN കാണാനുള്ള ഇക്വേഷൻ n/2 × 2a + n-1 × d ആണ്. ഇതല്ലാതെ മറ്റു രണ്ട് ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഇത് ഉപയോഗിക്കുന്നു. =-25. ഇവിടെ n ആണ് കാണേണ്ടത്. അതുകൊണ്ട് n അതുപോലെ എഴുതി. ഇവിടെ a ഫസ്റ്റ് ടേം -6 ആണ്. 2 × -6 + n-1 × d എത്രയാണ്? 0.5 ആണ്. =-25. ഈ /2 അങ്ങോട്ട് പോകുമ്പോൾ ×2 ആകുന്നു. അങ്ങനെ n × 2 × -6 -12 ആണ്. പ്ലസ് n × 0.5 0.5 n ആണ്. -1 × 0.5 -0.5 ആണ്. ഈ /2 അങ്ങോട്ട് പോയിട്ട് എന്താകുന്നു? ×2 ആകുന്നു. അങ്ങനെ -25 × 2 -50 എന്ന് കിട്ടുന്നു. ഇനി n × -12 -0.5. രണ്ട് സംഖ്യകളുടെയും ചിഹ്നങ്ങൾ എന്താണ്? മൈനസ് ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് -12.5 ആണ്. +0.5 n = -50. ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള n ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുമ്പോൾ n × -12.5 -12.5 n × 0.5 n എന്ന് പറയുമ്പോൾ 0.5 n² = -50. ഇനി ഒരു ഇക്വേഷനിലെ ഇരുഭാഗത്തും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ആ ഇക്വേഷൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവില്ല. ഇവിടെ 0.5 വന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ്റെ ഇരുഭാഗത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു ഇക്വേഷനിലെ എല്ലാ ടേമുകളെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2 ആവാം, ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവില്ല. ആ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ -12.5 × 2 എത്രയാണ്? 12.5ൻ്റെ ഇരട്ടി എത്ര വരും? 25 വരും. -25 n + 0.5 × 2 0.5 എന്നാണ്, ഹാഫ് ആണ്. ഹാഫിൻ്റെ ഇരട്ടി എത്രയാണ്? 1 ആണ്. അങ്ങനെ n² കിട്ടുന്നു. =-50 × 2 -100 കിട്ടുന്നു. ഇനി ബാക്കി ഇവിടെ എഴുതാം. -25 n + n², -100 ഇങ്ങോട്ട് വരുമ്പോൾ +100 എന്ന് കിട്ടുന്നു. +100 = 0. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ n² -25 n + 100 = 0 എന്ന് കിട്ടുന്നു. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് n-ൻ്റെ വില കാണൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിന് ഇക്വേഷൻ മെത്തേഡ് ഉപയോഗിക്കാം, സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡ് ഉപയോഗിക്കാം, ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം, പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. CBSE കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അങ്ങനെ 4 മെത്തേഡുകൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്. അതിൽ ഏത് രീതിയിൽ ചെയ്താലും ശരിയാണ്. ഞാനിവിടെ n² കോഎഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട്
ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. നോക്കൂ, ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗുണിച്ചു കഴിഞ്ഞാൽ 100 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെ നോക്കാം. 1 ഇൻറ്റു 100 100 ആണ്. 10 ഇൻറ്റു 10 100 ആണ്. 5 ഇൻറ്റു 20 100 ആണ്. 4 ഇൻറ്റു 25 100 ആണ്. ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ 100 കിട്ടുന്ന പെയേഴ്സ് ഇങ്ങനെ എഴുതാം. ഇതിൽ ആഡ് ചെയ്താൽ 25 കിട്ടുന്ന സംഖ്യകൾ, ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -25 വരണം, മൾട്ടിപ്ലൈ ചെയ്ത് 100 വരണം. 1ഉം 100ഉം ഒരിക്കലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും -25 അല്ലെങ്കിൽ 25 കിട്ടില്ല. അതുകൊണ്ട് ഇതല്ല. 10ഉം 10ഉം ആഡ് ചെയ്താൽ 25 കിട്ടില്ല. അതുമല്ല 4ഉം 25ഉം ഈ ചിഹ്നം ഏത് ചിഹ്നം ഇട്ട് ആഡ് ചെയ്താലും 25 കിട്ടില്ല. അതുകൊണ്ട് ഈ പെയറും അല്ല. ഇവിടെ നോക്കൂ, 5ഉം 20ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 25 കിട്ടുന്നു. 5ഉം 20ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടുന്നു. അപ്പോൾ 5ഉം 20 എന്ന് മനസ്സിലായി. ഇനി നമുക്ക് കിട്ടേണ്ടത് -25 ആണ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ -5 -20 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, അപ്പോൾ 100 കിട്ടുന്നു. ആയതുകൊണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? n-5 n-20 ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്ന് ഓർക്കുക. ഇനി n-5 ഇൻറ്റു n-20 ഈക്വൽ 0 ആയതുകൊണ്ട് നമുക്ക് എഴുതാം n-5 ഈക്വൽ 0 ഓർ n-20 ഈക്വൽ 0. ഇതിൽ നിന്ന് n ഈക്വൽ ടു 5 n ഈക്വൽ ടു 20 എന്ന് കിട്ടുന്നു. നോക്കൂ, ഇവിടെ കിട്ടിയിരിക്കുന്ന എന്നിൻ്റെ 2 വിലകളും പോസിറ്റീവാണ്. രണ്ടും നാച്ചുറൽ നമ്പേഴ്സാണ്. അതായത് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മും ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മും എത്രയാണ്? -25 ആണ്. അപ്പോൾ കുട്ടികൾക്കൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഒരു സമ്മ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരുമോ എന്നത്. നോക്കൂ, ഇവിടെ ഈ സീക്വൻസിലെ ടേംസ് നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ 0.5 വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അതായത് കുറച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസിലെ ടേമുകൾ എന്ത് വരും? പോസിറ്റീവ് നമ്പേഴ്സ് വരും. ആദ്യം നെഗറ്റീവ് നമ്പേഴ്സുകൾ മാത്രം ചേർന്ന് സമ്മ് എന്ത് വരും? -25 വരും. പിന്നെ അതിന് ശേഷം ഇതിങ്ങനെ പോയി അതിൽ നെഗറ്റീവും പോസിറ്റീവും ചേർന്നിട്ട് വീണ്ടും എന്ത് വരും? -25 സമ്മ് വരും. അങ്ങനെ ഈ സീക്വൻസിലെ 5 ടേമുകൾ ആഡ് ചെയ്താലും -25 ആണ്. അതുപോലെ 20 ടേംസ് ആഡ് ചെയ്താലും -25 ആണ്. അപ്പോൾ ആൻസർ ലാസ്റ്റ് എഴുതേണ്ടത് എന്താണ്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓർ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി ഗിവൺ AP ആഡഡ് ടു ഗെറ്റ് -25. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇഫ് ദി സം ഓഫ് എ സെർട്ടൺ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി AP 25, 22, 19 etc. ഈസ് 116. ഫൈൻഡ് ദി ലാസ്റ്റ് ടേം. ഇവിടെ ചോദ്യത്തിൽ ഒരു AP നൽകിയിരിക്കുന്നു. അതിലെ കുറച്ച് ടേമുകളുടെ സമ്മ് 116 ആണെന്ന് തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ടേം കാണുക എന്നാണ് ചോദ്യം. ഇവിടെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന APയിലെ എത്ര ടേമുകളുടെ സമ്മാണ് 116 എന്ന് ആദ്യം കാണുക. അങ്ങനെ n കണ്ടതിന് ശേഷം അതുപയോഗിച്ചിട്ടാണ് ലാസ്റ്റ് ടേം കാണേണ്ടത്. ആദ്യം നമുക്ക് n കാണാം. അതിനായി ആദ്യം ഫസ്റ്റ് ടേം എഴുതാം. ഫസ്റ്റ് ടേം A ഈക്വൽ ടു 25 ആണ്. അതിനുശേഷം കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 22 മൈനസ് 25. ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടേം കുറയ്ക്കുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. അങ്ങനെ -3 എന്ന് കിട്ടും. ഇനി ഈ APയിലെ കുറച്ച് ടേംസിൻ്റെ സമ്മ്, ഫസ്റ്റ് കുറച്ച് ടേംസിൻ്റെ സമ്മ് 116 ആണ് തന്നിരിക്കുന്നു. ആയതുകൊണ്ട് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു D ഈക്വൽ ടു 116 എന്ന് എഴുതി. n/2 ഇൻറ്റു 2 ഇൻറ്റു a 25 ആണ്. 25 പ്ലസ് n-1 ഇൻറ്റു D -3 ആണ് ഈക്വൽ ടു 116. ഈ n/2ലെ 2 അങ്ങോട്ട് പോകുന്നു. അപ്പോൾ n ഇൻറ്റു 2 ഇൻറ്റു 25 എത്രയാണ്? 50. -3 ഇൻറ്റു n -3n ആണ്. അങ്ങനെ -3n. ഇനി -3 ഇൻറ്റു -1 +3 കിട്ടുന്നു. രണ്ടും മൈനസ് ആയതുകൊണ്ട് +3 കിട്ടുന്നു. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ 2 ഇൻറ്റു 116 232 എന്ന് കിട്ടുന്നു. അങ്ങനെ n ഇൻറ്റു 50 + 3 53 ആണ്. -3n ഈക്വൽ ടു 232. ഇനി n ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുമ്പോൾ 53n -3n² ഈക്വൽ ടു 232. ഇനി 232 ഇങ്ങോട്ട് വരുമ്പോൾ 53n -3n²
മൈനസ് 232 ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 3n² പ്ലസ് 53n മൈനസ് 232 ഈക്വൽ ടു 0. n² മുന്നിൽ മൈനസ് ഉള്ളത് കൊണ്ട് ഈ ഇക്വേഷനെ പൂർണ്ണമായും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം ഒരു ഇക്വേഷനിലെ എല്ലാ ടേമുകളെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഇക്വേഷൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവില്ല. ഇതിനെല്ലാം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ ടേമുകളുടെയും ചിഹ്നം മാറുന്നു. അങ്ങനെ 3n² മൈനസ് 53n പ്ലസ് 232 ഈക്വൽ 0 എന്ന് കിട്ടുന്നു. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ n കിട്ടും. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഇക്വേഷൻ മെത്തേഡാണ് ബെറ്റർ. കാരണം n² മുന്നിൽ ഒരു സംഖ്യയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ മെത്തേഡിൽ ചെയ്യാം, അല്ലാതെയും മറ്റ് മെത്തേഡുകൾ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് a 3 ആണ്, b -53 ആണ്, c 232 ആണ്. അതിനുശേഷം b² മൈനസ് 4ac കാണാം. b² എന്ന് പറയുമ്പോൾ -53² മൈനസ് 4 × 3 × 232 53² കിട്ടുന്നത് 2809 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2784 ആണ്. ഇത് കുറയ്ക്കുന്ന സമയത്ത് 25 കിട്ടുന്നു. അങ്ങനെ b² മൈനസ് 4ac കിട്ടി. ഇനി ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് n ആണ് കാണേണ്ടത്. അതുകൊണ്ട് n ഈക്വൽ ടു -b ± √b² മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അതിലേക്ക് വിലകൾ നൽകുമ്പോൾ ഇവിടെ b -53 ആണ്. ആയതുകൊണ്ട് -b എന്താവും? 53 ആവും. 53 ± b² മൈനസ് 4ac 25 ആണ്. √b² മൈനസ് 4ac √25 5 എന്ന് കിട്ടുന്നു. ബൈ 2 × a 2 × 3 എത്രയാണ്? 6. ഇങ്ങനെ കിട്ടുന്നു. ഇനി ഇതിനെ n ഈക്വൽ ടു 53 പ്ലസ് 5/6 ഓർ n ഈക്വൽ ടു 53 മൈനസ് 5/6. 53 പ്ലസ് 5 58 ആണ്. 58/6 അതിനെ 29/3 എന്ന് എഴുതാം. അതുപോലെ 53 മൈനസ് 5 48 ആണ്. 48/6 8 എന്ന് കിട്ടുന്നു. അങ്ങനെ n-ൻ്റെ വിലകൾ കിട്ടുന്നത് 8ഉം 29/3 ആണ്. n-ൻ്റെ വില 29/3 എന്നത് എടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അതൊരിക്കലും ഫ്രാക്ഷനോ നെഗറ്റീവ് നമ്പറോ വരില്ല. ആയതുകൊണ്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഈ ഒരു AP-യിലെ 8 ടേംസിൻ്റെ 8 ടേമുകളുടെ സമ്മാണ് 116. 8 ടേമുകളുടെ സമ്മാണ് 116 എന്ന് കാണാനല്ല ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ടേം കാണണം. ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 8th ടേം ആയിരിക്കും. 8 ടേമുകളിൽ ലാസ്റ്റ് വരുന്നത് 8th ടേം ആയിരിക്കും. a8 ഈക്വൽ ടു a പ്ലസ് 7d. ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 25 ആണ്. പ്ലസ് 7 × -3. അങ്ങനെ 25 മൈനസ് 21 ആൻസർ 4 എന്ന് കിട്ടുന്നു. നോക്കൂ, കുറച്ച് കൂടുതൽ എഴുതാനുണ്ട്. 2 or 3 പ്രാവശ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒറ്റ പ്രാവശ്യമേ പറയുന്നുള്ളൂ. വീഡിയോ ആവർത്തിച്ച് കണ്ട് കൂടുതൽ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 5 ഡിഗ്രി. ഇഫ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 120 ഡിഗ്രി, ഫൈൻഡ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ. ഒരു പോളിഗണിലെ അടുത്തടുത്ത 2 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ ഡിഫറൻസ് 5 ആണ്. അതിൽ ഏറ്റവും ചെറിയ ആംഗിൾ 120 ആണെങ്കിൽ ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നു ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇവയിലെ ആംഗിൾസിൻ്റെ ഡിഫറൻസ് 5 ആയതുകൊണ്ട് അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 125. അടുത്ത ആംഗിൾ 130 എന്ന രീതിയിലാണ് ഈ പോളിഗണിലെ ആംഗിൾസ്. ഇവിടെ ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്നാണ് കാണേണ്ടത്? ഈ തന്നിരിക്കുന്നത് പോളിഗണിലെ ആംഗിൾസ് ആണ്. ആയതുകൊണ്ട് ഈ ആംഗിൾസിൻ്റെ സമ്മിനെ നമുക്ക്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് n/2 × 2a പ്ലസ് n-1 × d എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ ഈ ആംഗിൾസ് എന്താണ്?
ഒരു പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് അത് എന്താണ് n-2 ഇൻറ്റു 180യുമാണ്. നോക്കൂ, ഈ തന്നിരിക്കുന്ന ആംഗിൾസ് ആയ 120, 125, 130 എക്സെട്ര എന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ, ഒരു പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ഈ നമ്പേഴ്സിൻ്റെ സമ്മിനെ n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം ആയതുകൊണ്ട് n-2 ഇൻറ്റു 180 എന്ന് എഴുതാം. അങ്ങനെ ഇതിനെ n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d ഈക്വൽ ടു n-2 ഇൻറ്റു 180. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് n കിട്ടും. നോക്കൂ, ഇവിടെ n അറിയില്ല, അതുകൊണ്ട് n/2 ഇൻറ്റു 2 ഇൻറ്റു a എത്രയാണ്, ഫസ്റ്റ് ടൈം 120 ആണ്, പ്ലസ് n-1 ഇൻറ്റു d എത്രയാണ് 5 ആണ്, ഈക്വൽ ടു n-2 ഇൻറ്റു 180. ഇനി ഈ /2 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആകും. ഇവിടെ n ഇൻറ്റു 2 ഇൻറ്റു 120 240 ആണ്. ഇനി 5 ഇൻറ്റു n 5n, -1 ഇൻറ്റു 5 -5, n-2 ഇൻറ്റു 2 ഇൻറ്റു 180 എന്താവും 360 ആവും. ഇനി n ഇൻറ്റു 240 -5 235 ആണ്, പ്ലസ് 5n ഈക്വൽ ടു n-2 ഇൻറ്റു 360. ഇനി ഈ n ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുമ്പോൾ 235n പ്ലസ് 5n², ഈ 360 ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുമ്പോൾ 360n മൈനസ് 2 ഇൻറ്റു 360 720 എന്ന് കിട്ടും. ഇനി 235n പ്ലസ് 5n² ഇതെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ -360n പ്ലസ് 720 ഈക്വൽ 0 എന്ന് കിട്ടും. ഈ 5n² ആദ്യം എഴുതി. ഇനി 235n ഉണ്ട്, അതുപോലെ -360n ഉണ്ട്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ -125n എന്ന് കിട്ടുന്നു, പ്ലസ് 720 ഈക്വൽ 0. ഒരു ഇക്വേഷനിലെ എല്ലാ ടേമിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇവിടെ 5 എല്ലാ ടേമിലുണ്ട്, അതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി 5n²/5 എന്നത് n² കിട്ടുന്നു, -125/5 എന്ന് കിട്ടുന്നു. 720/5 എന്നത് 144 ഈക്വൽ ടു 0/5 0 എന്ന് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് n² - 25n പ്ലസ് 144 ഈക്വൽ ടു 0 എന്നതാണ്. ഇതിൽ നിന്ന് n കണ്ടെത്താം. പല മെത്തേഡുകളുണ്ട്, ഇക്വേഷൻ മെത്തേഡ്, സ്ക്വയർ കംപ്ലീറ്റിംഗ് മെത്തേഡ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഏത് രീതിയിലും ചെയ്യാം. ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുന്നു. ഇതൊന്നും കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ബേസിക്കായ കാര്യങ്ങളാണിതെല്ലാം. n-9 ഇൻറ്റു n-16 ഈക്വൽ 0. നോക്കൂ, 9ഉം 16ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 കിട്ടുന്നു. -9 പ്ലസ് -16 -25 കിട്ടുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -25, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 144. ആ രീതിയിൽ ഫാക്ടേഴ്സ് n-9 n-16 എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് n ഈക്വൽ ടു 9 ഓർ n ഈക്വൽ ടു 16 എന്ന് കിട്ടുന്നു. ഇവിടെ കിട്ടിയിരിക്കുന്ന n-ൻ്റെ രണ്ട് വിലകളും പോസിറ്റീവാണ്, അതോടൊപ്പം ഫ്രാക്ഷൻ അല്ല. ആയതുകൊണ്ട് n-ന് രണ്ട് വിലകൾ എടുക്കാമെന്ന് കുട്ടികൾ കരുതാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ n ഈക്വൽ 16 വരുന്ന സമയത്ത് 16th ടേം ഒന്ന് കാണാം. ഈ 16th ടേം എന്ന് പറയുമ്പോൾ എന്താണ്, 16th ആംഗിളാണ്. ഇതൊരു പോളിഗണിൻ്റെ ആംഗിൾസ് ആണ്. ആ 16th ആംഗിൾ കാണുന്ന സമയത്ത് നോക്കൂ, a പ്ലസ് 15d. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, ഫസ്റ്റ് ടേം 120 ആണ്, പ്ലസ് 15 ഇൻറ്റു d 5 ആണ്. അങ്ങനെ 195 എന്ന് കിട്ടുന്നു. നോക്കൂ, 16th ആംഗിൾ 195. ഒരു പോളിഗണിലെ ആംഗിൾസ് എന്തായിരിക്കും, 180ൽ കുറവായിരിക്കും. ആയതുകൊണ്ട് എന്താണ്, 16 ഈസ് നോട്ട് പോസിബിൾ. 16 ഈസ് നോട്ട് പോസിബിൾ. നോക്കൂ, 16 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്, ഫ്രാക്ഷൻ അല്ല, നെഗറ്റീവ് നമ്പർ അല്ല. എങ്കിലും 16 എടുക്കാൻ കഴിയില്ല. എന്താ കാര്യം, ഇത് ഈ ഒരു കേസ് പറയുന്നത് പോളിഗണിൻ്റെ സൈഡ്സ് ആണ്. ആയതുകൊണ്ട് പോളിഗണിൻ്റെ ആംഗിൾ കാണുമ്പോൾ അതെന്തായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യണം. ആയതുകൊണ്ട് 195 16th ആംഗിൾ കിട്ടുന്നത് കൊണ്ട് 16 എന്തല്ല, പോസിബിൾ അല്ല.
ഇനി 9 പോസിബിൾ ആണോ നോക്കാം. 9th ആംഗിൾ കാണാം. A9 A പ്ലസ് 8D 120 പ്ലസ് 8 × 5 160 കിട്ടുന്നു. 160 എന്നത് ഒരു പോളിഗണിൻ്റെ ആംഗിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആയതുകൊണ്ട് അത് പോസിബിളാണ്. ആയതുകൊണ്ട് ആൻസർ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ എന്താണ്? 9 ആണെന്ന് പറയാം. നോക്കൂ, 9ഉം കിട്ടിയിരിക്കുന്നു, 16ഉം കിട്ടിയിരിക്കുന്നു. പക്ഷേ 16 പോസിബിൾ അല്ല. എന്താ കാര്യം? പോസിറ്റീവാണ് എങ്കിൽ പോലും ഇത് പോസിബിൾ അല്ല. കാരണം 16th ആംഗിൾ 180യേക്കാൾ കൂടുതൽ വരുന്നു. ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നല്ലൊരു ചോദ്യമാണ്. 3 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 ചോദ്യങ്ങളും ആവർത്തിച്ച് കണ്ട് കൂടുതൽ വ്യക്തത വരുത്തുക. താങ്ക് യു.